പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നിൽ വസിപ്പേൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യേശു ക്രിസ്തുവിൽ വസിക്കുവാനുള്ള വലിയൊരു ആഹ്വാനത്തെയാണ് ഈ വാക്യത്തിൽ നിന്ന് ദർശിക്കുവാൻ കഴിയുന്നത്. ആഹ്വാനമെന്ന പദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? വിളി, ക്ഷണിക്കൽ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ വിവാഹ ശുശ്രൂഷകൾക്ക് വേണ്ടി ക്ഷണിക്കുന്നത് പോലെ, ഭവനപ്രതിഷ്ഠകൾക്ക് വേണ്ടി ക്ഷണിക്കുന്നത് പോലെ, ഇങ്ങനെ തുടങ്ങിയുള്ള സന്തോഷദായകമാകുന്ന കാര്യാദികൾക്ക് വേണ്ടി ക്ഷണിക്കുന്നത് പോലെ കർത്താവ് നമ്മെ കർത്താവിനോടുകൂടെ വസിക്കുവാൻ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ ക്ഷണത്തെ നിരസിക്കുവാൻ പാടില്ല. നാം കർത്താവിൻ്റെ ക്ഷണത്തെ നിരസിച്ചാൽ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. മറിച്ച് കർത്താവിൻ്റെ ക്ഷണത്തെ സ്വീകരിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമായി തീരും. യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൽ വസിക്കുവാൻ തയ്യാറായാൽ യേശു ക്രിസ്തുവിലൂടെയുള്ള നന്മകളെ സ്വായത്തമാക്കുവാൻ കഴിയും. എങ്ങനെയാ കർത്താവിൽ വസിക്കുവാൻ കഴിയുന്നത് എന്നറിയണ്ടേ? ഉപവാസങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും കൂട്ടായ്മകളിലൂടെയും വചനധ്യാനത്തിലൂടെയും ഇങ്ങനെ തുടങ്ങിയുള്ള ആത്മീകമാകുന്ന പ്രവൃത്തികളിലൂടെ നമുക്ക് കർത്താവിൽ വസിക്കുവാൻ കഴിയും. ഒരവസരത്തിൽ ഒരു വേദപണ്ഡിതൻ ഇപ്രകാരം വിളിച്ചു പറയുവാൻ ഇടയായിത്തീർന്നു, നാം ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അത്രമാത്രം ലോകത്തോട് നമുക്കുള്ള ആകർഷണം കുറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? നാം ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കൂട്ടായ്മ ആചരിക്കുന്ന, വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ലോകത്തോട് നമുക്കുള്ള ആകർഷണം കുറഞ്ഞിരിക്കും. മറിച്ച് ഉപവാസമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, കൂട്ടായ്മയില്ലാത്ത, വചനധ്യാനമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ലോകത്തോട് നമുക്കുള്ള ആകർഷണം വർദ്ധിച്ച് പെരുകിയിരിക്കും. ഈ ദിവസങ്ങളിൽ ലോകത്തോട് നമുക്കുള്ള ആകർഷണം കുറഞ്ഞിരിക്കണമോ? ആത്മീകമാകുന്ന കാര്യാദികൾക്ക് മുൻതൂക്കം കൊടുത്ത് മുൻപോട്ട് പോകുവാൻ തയ്യാറാകണം. യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമുക്ക് ചിന്തിക്കാം, കർത്താവിൽ വസിച്ചാൽ എന്തൊക്കെ നന്മകൾ ലഭിക്കും? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഒന്നാമതായി കർത്താവ് നമ്മിൽ വസിക്കും. കർത്താവ് നമ്മിൽ വസിക്കുക എന്നത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്തിൽ വെച്ച് ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒന്നാണ് കർത്താവ് നമ്മിൽ വസിക്കുക എന്നത്. കർത്താവ് എവിടെയാണ് വസിക്കുന്നത് എന്നറിയണ്ടേ? കർത്താവ് വസിക്കുന്നത് പള്ളികളിലോ, പുണ്യസ്ഥലങ്ങളിലോ, തീർത്ഥാടന കേന്ദ്രങ്ങളിലോ, മണിമാളികകളിലോ ഒന്നുമല്ല കർത്താവ് വസിക്കുന്നത്. പിന്നെ എവിടെയാണ് കർത്താവ് വസിക്കുന്നത് എന്നറിയണ്ടേ? ലളിതമാകുന്ന ഭാഷാശൈലിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മിലാണ് കർത്താവ് വസിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായി തീർന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പൗലോസിൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകിയാൽ, ദൈവത്തിൻ്റെ വാസസ്ഥലമാകിയാൽ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാകണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട്,
കർത്താവിൽ വസിച്ചുകൊണ്ട് ജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തെ കാഴ്ചവെക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.